Hey guys, welcome to my YouTube channel. It's me, your Sarhak. Hmm? La 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 la. Peekaboo. അപ്പോൾ ഗൈസ് ഇന്ന് 15-ാം തീയതിയാണ്. നമുക്കിന്ന് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. സെൻട്രൽ ജയിലാണ്, ഇവിടെ പൂജപ്പുര സെൻട്രൽ പ്രിസണിലാണ് ഉള്ളത്. അവിടെ 40 ഡേയ്സ് ചെയ്യാനാണ് ചിന്തിക്കുന്നത്. നേരത്തെ പോലെ 7 ഡേയ്സ് കഴിഞ്ഞിട്ട് പോരും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മളിന്ന് പുതിയ ലുക്കിലാണ് ഗൈസ്. ലുക്ക് കാണിച്ചു തരാം, താഴെ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പം പോട്ടെ, ബൈ ബൈ ഗൈസ്. അപ്പം ഞങ്ങളുടെ റൂം കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉള്ള റൂമാണ്. വൃത്തിയൊന്നും ആക്കിയല്ല ഇട്ടേക്കുന്നത്. ഞങ്ങൾ ഇവിടെ തുണിയൊക്കെ വിരിച്ചിട്ടേക്കാണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് ഗൈസ്. ഇവിടെ വേറെ 2-3 റൂമുണ്ട്. ദേ ഇവിടെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ദേ ആ കാണുന്ന ബിൽഡിങ്ങാണ് ഗൈസ് നമ്മുടെ ചിൻഡോയുടെ ബോഡി ക്രാഫ്റ്റ്സ്. ഗൈസ് ഇതാണ് അപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞ ഞങ്ങളുടെ വേഷം. എനിക്ക് കുറച്ച് വലുതാണ്, ബട്ട് എനിക്കിഷ്ടപ്പെട്ട് ഞങ്ങൾ കുറച്ച് പ്രകസനം ഫോട്ടോ എടുക്കുകയൊക്കെ ആയിരുന്നു ഗൈസ്. പാളയം എത്തി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിക്കാണ് ഞങ്ങൾ സ്ഥിരം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വഴുതക്കാടിനാണെങ്കിലും പൊയ്ക്കൊണ്ടിരുന്ന ഇതിനായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങളുമായിട്ട് നല്ല കമ്പനിയാണ്, നല്ല ചേട്ടനായിട്ട് ചേട്ടനോട് പോസ് ചെയ്യാൻ പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രിസണിലെത്തി ഗൈസ്. മെയിൻ ഗേറ്റ് വന്ന് ചെല്ലുമ്പം പ്രിസണിൻ്റെ തന്നെ പല പല കെട്ടിടങ്ങളാണ് കാണുന്നത്, ക്വാർട്ടേഴ്സൊക്കെ. അപ്പോൾ നേരെ കാണുന്ന ഒരു അമ്പലമാണ്. അതിൻ്റെ ബാക്കിൽ ഒരു മതിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നറിയില്ല. അപ്പം അത് പ്രിസൻ്റെയാണ് ഗൈസ്. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല. അതേ ഇവിടെയാണ് ഞങ്ങളുടെ ക്ലാസ് നടക്കാൻ പോകുന്നത് ഗൈസ്. ഇപ്പോൾ വൈകുന്നേരമായി, ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ആയിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി ഇപ്പം PMGയിൽ വന്ന് നിൽക്കുവാണ്, ബസ് കയറി പോകണം ഗൈസ്. അപ്പം 4:30 കഴിഞ്ഞു. ആരതി ഇന്ന് 6-ാം തീയതിയാണ്. ആരതിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ കോട്ടയത്തിന് പോവുകയാണ്. ഞാനവളെ കൊണ്ടുവിടാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്ന് വന്നതാണ്. അയ്യോ നല്ല രസം പെട്ടെന്ന് വന്നത്. അപ്പോൾ ഗൈസ് ഞാൻ അവളെ വിട്ടിട്ട് തിരിച്ചെനിക്ക് ഹോസ്റ്റലിൽ പോകണം. ഭാരതി എന്നെ വിട്ട് പോകുന്ന അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവളെ തനിയെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വന്നേക്കുന്നത്, തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. ഇവിടെ വെട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവളെ കൊണ്ട് വിട്ടിട്ട് പോരാലോ, സമയമുണ്ടല്ലോ. ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും എന്തായാലും ഇവിടെ വെട്ടമൊക്കെ വെക്കും. പിന്നെ ഇപ്പം എന്തിനാ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ കുഞ്ഞു വച്ചൊന്നും അല്ല. അത് റോട്ടിൽ കൂടെ പോകുന്നവർക്ക് അറിഞ്ഞുകൊണ്ടല്ലോ. പിന്നെ ഇവിടെ സെക്യൂരിറ്റീസൊക്കെ മിക്ക ഇതിന് കടകളുടെ ഫ്രണ്ടിലാണെങ്കിലും ഓഫീസുകളുടെ ഫ്രണ്ടിലാണോ അല്ലെ ഉൾക്കൊണ്ട് സെക്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ കുഴപ്പമൊന്നുമില്ല, പേടിയേണ്ട കാര്യമില്ല. ഇവിടെ കയറ്റി വിട്ടിട്ട് പട്ടികൾ മാത്രം കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ കയറ്റി വിട്ടിട്ട് കാണാം ഗൈസ്. ഞങ്ങളിപ്പോൾ PSCയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, കാണിച്ചു തരാം. ആരാ ഗൈസ്? അങ്ങനെ ആരതി പോയി ഗൈസ്. ആരതി പോയി. ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെന്നിട്ട് റൂമിൽ ചെന്ന് ഉറങ്ങണം. പിന്നെ 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങണം. ഇനി ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോകുന്നില്ല, ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് പോകുന്നില്ല. നാളെ അവളൂടെ വന്നിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ. ഞാൻ കുറേ നാൾ കൂടിയാണ് ഇങ്ങനെ രാത്രി നടക്കുന്നത്. രാത്രിയില്ല, രാത്രിയായി. ചെറുതായിട്ട് വെട്ടമൊക്കെ വെച്ച് തുടങ്ങി. കുറേ നാൾ കൂടിയാണ് നടക്കുന്നത് ഗൈസ്. ഇന്ന് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ മയനെ കണ്ടു ഗൈസ്. നമുക്ക് കാണാമെന്നറിയത്തില്ല. നമ്മുടെ വീട്ടിൽ കോഴിയൊക്കെ നടക്കുന്ന പോലെ ഇത് ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു ഫുഡൊക്കെ കഴിച്ച്. ആദ്യം ഞങ്ങൾക്ക് അടുത്ത് പോകാൻ പേടിയായിരുന്നു. പിന്നെ എല്ലാവരും ഒക്കെ നടക്കുന്ന കണ്ടപ്പോഴത്തേക്കും ധൈര്യമായി. ഞങ്ങളതിനങ്ങ് പാസ് ചെയ്ത് പോയി ഗൈസ്. ഈ കാണുന്ന മതിൽ കണ്ട്, ഇതിനുള്ളിലാണ് നമ്മുടെ പ്രിസൺ വരുന്നത്. ഇവിടെ തന്നെ 2 ഉണ്ട്, ജില്ലാ ജയിലും ഉണ്ട്, സെൻട്രൽ പ്രിസണും ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 40 ഏക്കറോളം ഇതിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ പല പല ഭാഗത്ത് കൃഷി സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് ഫാക്ടറി, അങ്ങനെ പിന്നെ നിരവധി ഓഫീസുകൾ, അങ്ങനെ വേറെയും സ്ഥാപനങ്ങൾ ഇതിനോട് ചേർന്ന് വരുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ഫാക്ടറി. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഇങ്ങനെ എല്ലായിടും ക്ലീൻ ആയിരിക്കും. അപ്പം പ്രിസണേഴ്സിനെ തന്നെ അതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി ഞങ്ങൾ ലോ സ്റ്റുഡൻസിനെ കൂടാണ്ട് ക്ലാസ്സുകൾക്കായിട്ട് നഴ്സിംഗ് സ്റ്റുഡൻസ് വരാറുണ്ട്. അങ്ങനെ ഇന്ന് നഴ്സിംഗ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നതുകൊണ്ട് ഒരു PPT പ്രസൻറ്റേഷനും പിന്നെ ഒരു ക്ലാസ്സും സൂപ്രണ്ടിൻ്റെ ഒരു ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ പ്രിസണിനുള്ളിൽ കൊണ്ടുപോയി കുറേ റൂൾസൊക്കെ പാലിച്ചു വേണം നമ്മൾ അകത്ത് കയറാൻ. പിന്നെ അതുപോലെ അവിടെ വീഡിയോ ഒന്നും അലൗഡ് ഒന്നുമില്ല. പക്ഷേ അവിടുത്തെ എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു വേറൊരു ലോകം തന്നെ ആയിരുന്നു.
ഗൈസ് ഇന്ന് നമുക്ക് ഒരു സാധനം കിട്ടി ഗൈസ്. മറ്റേ മുറുക്കും 2 സാധനം, മുറുക്കും പിന്നെ മറ്റേ കപ്പ് കേക്കും കിട്ടി ഗൈസ്. നമ്മളത് കഴിച്ചു. നമുക്ക് CSIക്കാർ തന്നാണ്, പാറശാല CSIക്കാർ കുറച്ച് ചേട്ടന്മാർ, സഹൃദയരായിട്ടുള്ള നന്മയുടെ നിറകുടമായിട്ടുള്ള കുറച്ച് കണ്ടപ്പോൾ അവർ കഴിക്കാൻ കൊണ്ടുവന്നത് ഞാൻ തന്നത്. പിന്നെ ഇവിടെ ഒരു തമിഴ് ചേച്ചിയുണ്ട്, ആ ചേച്ചി കൊണ്ടുവന്നാണ് മുറുക്ക്, അവരുടെ കോളേജിൽ തന്നെയുള്ളത്. പിന്നെ വേറെ ആരാണ്ടോ കപ്പ് കേക്ക് കിട്ടി. അയ്യോ ഇവിടെ കാണത്തില്ല കിഴങ്ങ്. സന്തോഷം, സുഖമല്ലേ എല്ലാവർക്കും? ഹാപ്പിയല്ലേ ഗൈസ്? ആദ്യം മുറുക്ക് വന്ന്, ഇപ്പം തന്നെ ഒരു കപ്പ് കേക്കും വന്ന്. ആദ്യക്ക് ചോക്ലേറ്റും, എനിക്ക് പൈനാപ്പിൾ. ഇതൊക്കെ എണ്ണം തന്നതാണ് ഗൈസ്. പക്ഷേ ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറൊന്നുമില്ല. ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ വർക്ക് തന്നേക്കുവാണ് ഈ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ സൈറ്റ് വിസിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സുകളൊക്കെ മിക്കതും കഴിഞ്ഞു. ഇപ്പം സ്ഥിരം പണി എന്ന് പറയുന്നത് ഇങ്ങനെ ഫയൽ എടുക്കുകയാണ്. എപ്പോഴും ഇൻറ്റേൺഷിപ്പിന് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടാറുണ്ട്. അങ്ങനെ ഇത്തവണ കിട്ടിയതാണ് അഹല്യ ചേച്ചി, നിമിഷ, ജിയ, അങ്ങനെ ഇത്തവണ കുറേ പേര് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ലോഡ് ആൾക്കാരുണ്ട്. മറ്റു പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ. കുറേ നല്ല കുട്ടികളെ പരിചയപ്പെട്ടു. ഓരോരുത്തരുടെ അടുത്ത് ഓരോരോ പ്രത്യേക അനുഭവങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെയും നമുക്ക് വിട്ടു കളയാനും പറ്റത്തില്ല. ഞാൻ അവരെല്ലാം ഇപ്പം മിസ് ചെയ്യുന്നുണ്ട് നല്ലോണം. വളരെ പെട്ടെന്നായിരുന്നു എല്ലാവരുമായിട്ട് കമ്പനി ആയതും, വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് പിരിഞ്ഞതും. ഇത് നമ്മുടെ ജയിലിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഇവിടെ ഒരു മോഡൽ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രിസണേഴ്സ് തന്നെ ഉണ്ടാക്കിയതാണിത്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ജയിൽ അങ്ങനെയാണ് അത് ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വിസിറ്റേഴ്സ് വരുന്നവരൊക്കെ ഇത് വന്ന് കാണാറുണ്ട്, ഭയങ്കര കൗതുകത്തോടെ വന്ന് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിസൻ്റെ ഉള്ളിൽ ഇതുപോലൊരു ടവറാണുള്ളത്. അതിനോട് ചുറ്റും പല ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് പ്രിസണേഴ്സ് താമസിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയുണ്ട്, പിന്നെ ഒരു അമ്പലമുണ്ട്. അതുകൂടാതെ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ മറ്റ് ഓഫീസുകളുണ്ട്. ഇങ്ങനെയാണ് പ്രിസൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ഒരു ബിൽഡിങ്ങാണ് കയറി വരുന്നിടത്ത് ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് വിസിറ്റേഴ്സൊക്കെ ഇരിക്കാറ്. പിന്നെ ആ കാണുന്നതാണ് വെൽഫെയർ ഓഫീസറിൻ്റെ റൂം. എല്ലാവരും സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക. പിന്നെ ഇവനെ ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ്. എല്ലാ ദിവസവും ഞാൻ വരുമ്പോഴേ എൻ്റെ അടുത്ത് ഓടി വരും. പേര് ജി എന്തോ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ഇവിടെ ഇങ്ങനെ കുറേ പേരുണ്ട്. ഉപദ്രവിക്കത്തൊന്നുമില്ല. ഫുഡൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നേ ഉള്ളൂ. ഇന്നലെ നമുക്ക് രാവിലെ ക്ലാസ്സൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ആരതിയും ഗായത്രിയും കൂടെ കൂടിയിട്ട് മറ്റേ നെയിം പ്ലേസ് ഗെയിമില്ലേ, അത് കളിക്കുമായിരുന്നു. ഞാനും കുറച്ച് നേരം കൂടി, എനിക്ക് ബോറടിച്ചു. എല്ലാവരും ഓരോരോ ഗെയിമും വർത്താനം പറച്ചിലും ഒക്കെ ആയിരുന്നു ഗൈസ്. ഹേ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് പൂജപ്പുര സെൻട്രൽ പ്രസിഡൻ്റാണ്. അപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, തീരാറായി. നമുക്ക് അധികം വീഡിയോസോ കാര്യങ്ങളൊന്നും അവിടെ എടുക്കാൻ പറ്റത്തില്ല, കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിരുന്നത്. നമുക്ക് നേരത്തെ ഇൻറ്റേൺഷിപ്പ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ജയിലിലാണ്. നമ്മളിതുവരെ നേരത്തെ നമ്മൾ പോയേക്കുന്നതെല്ലാം ഇപ്പം നമ്മുടെ ആ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇതും അതെ, എങ്കിലും ജയിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊട്ടും അങ്ങനെ നമുക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ കിട്ടുകയും ചെയ്തു, അങ്ങനെ വന്നതാണ്. അപ്പം ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഈ 28 ഡേയ്സ് ഫുള്ള് അവിടെ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ആദ്യത്തെ 14 ദിവസം നമ്മൾ എവിടെയായിരുന്നു? അവിടെ നമുക്ക് ഒന്നാമത്തെ കാര്യം ഹോട്ട് വെക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ 14 ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു ഇരിക്കുന്നു എന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് മാത്രം. അല്ലാണ്ട് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അങ്ങനെ വലിയ എക്സ്പീരിയൻസോ പറയും ഒന്നുമില്ലായിരുന്നു ചെയ്യുമ്പോൾ. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാ കാര്യത്തിലും. നമുക്കിവിടെ നമ്മുടെ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 1 ആണ്, സുമൻ സാറാണ് നമ്മുടെ ചാർജ് ഉള്ളത്. പിന്നെ നമുക്ക്
പ്രിസണിൻ്റെ ഉള്ളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഒരു ദിവസം ഉള്ളെങ്കിൽ പോലും അതിന് പുറത്ത് കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ നമ്മൾ അത് നിർബന്ധമൊന്നുമല്ല, നമ്മളായിട്ട് ആവശ്യപ്പെട്ട് ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടെ കുറച്ച് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പറയും, ജയിലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഫ്യൂവൽ സ്റ്റേഷൻ, അവിടെ നേരത്തെ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തവർക്കാണെങ്കിൽ മനസ്സിലാവും. ഫ്യൂവൽ സ്റ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കഫറ്റേരിയ ഉണ്ട്, ഫ്രീ ഫാഷനിസ്റ്റ എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അവിടെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ വിസിറ്റ് എന്ന് പറയുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ ജയിലിലെ ഇൻമേറ്റ്സ് തന്നെയായിരിക്കും. അതായത് നല്ല നടപ്പൊക്കെ ഉള്ള ആൾക്കാരല്ല, കുഴപ്പക്കാരെ ഒന്നും വെളിയിലേക്ക് ഇറക്കത്തൊന്നുമില്ല. ഇവർക്ക് പരോളിനൊക്കെ ഇപ്പം ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും മിക്കവർക്കും പരോള് കിട്ടുന്ന കേസുകൾ, അങ്ങനെയുള്ളവർക്ക് പരോളൊക്കെ കിട്ടി വെളിയിലൊക്കെ പോയി കഴിയുമ്പോൾ നല്ല നടപ്പെന്നുള്ള രീതിയിൽ അവിടുത്തെ പ്രൊബേഷൻ ഓഫീസറും അതുപോലുള്ള അവിടുത്തെ ലോക്കൽ പോലീസ് ഓഫീസേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഇവർക്ക് നല്ല നടപ്പ് ആണ് എന്നുള്ള രീതിയിൽ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ഇവർ ജോലിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ചൊരു ഇത്ര രൂപ വേജ് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആണ്, ജോലിയുടെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വേജസ് കിട്ടുന്നത് ഫ്യൂൽ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഇൻമേറ്റ്സിനായിരിക്കും. സെക്കൻഡ് പോകുന്നത് 170 രൂപയോ അങ്ങനെ കിട്ടുന്നത്. ഈ ഫ്യൂവൽ സ്റ്റേഷൻ വരുന്നത് പൂജപ്പുര കരമന റോഡ് അല്ലേ, അവിടെയായിട്ടാണ് ഫ്യൂവൽ സ്റ്റേഷൻ വരുന്നത്. അത്യാവശ്യം നല്ല വരുമാനം ഉള്ള ഒരു സ്ഥാപനമാണ് അതെന്ന് പറയുന്നത്. ഇന്ത്യൻ ഓയിലുമായിട്ട് കണ്ട് ബന്ധപ്പെട്ടാണ് അവർ ചെയ്യുന്നത്. ലേബറേഴ്സ് ആയിട്ടായിരിക്കും പ്രിസണേഴ്സിനെ വെക്കുന്നത്. മെയിൻ അവരെ ഹെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് ഓഫീസർ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ അവിടെ തന്നെ ആ ഫ്യൂവൽ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ വരുന്നതാണ് ഒരു മിനി കഫറ്റേരിയ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്രീഡം ലുക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടി പാർലറുണ്ട്. അത് മെൻസിനും കിഡ്സിനും വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അതുപോലെ അതല്ലാണ്ട് തന്നെ ആ ഒരു പ്രിസൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെ വരുന്നൊരെണ്ണമാണ് ഒരു കഫറ്റീരിയ എന്ന് പറയുന്നത്, ഫ്രീഡം ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ പല ഔട്ട്ലെറ്റ്സ് പുറത്തുമുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ പലയിടത്തായിട്ട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഈ ഫ്രീ ഫാഷൻ സ്റ്റൈൽ നമുക്ക് ടൈലറിങ്ങിന് കൊടുക്കാൻ പറ്റും. അത് ജെൻസിനും ലേഡീസിനും പറ്റും. പിന്നെ അവിടെ നമുക്ക് ഡ്രസ്സ് മേടിക്കാം. മാനുഫാക്ചറിങ് യൂണിറ്റ് അത് പ്രിസൻ്റെ ഉള്ളിൽ, കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മെയിൻ റോഡിനോട് അടുത്താണ്. എല്ലാവർക്കും, അതായത് എല്ലാ ആളുകൾക്കും വന്ന് വാങ്ങിക്കാവുന്ന രീതിയിൽ ആണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. മറ്റേ മാനുഫാക്ചറിങ് യൂണിറ്റ്, ചപ്പാത്തി യൂണിറ്റ്, അതുപോലെ തന്നെ അതായത് ഫുഡ് ഫാക്ടറി, പിന്നെ മറ്റേ പ്രസ്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഈ പ്രിസൻ്റെ കോമ്പൗണ്ടിനുള്ളിലാണ്. പിന്നെ നമ്മൾ കേട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന മിക്കവരും ഫുഡ് കഴിക്കാൻ വരുന്നവർ എന്തായാലും അവിടുത്തെ ഫുഡിനെ കുറിച്ചായിരിക്കും അവരവിടെ കഴിക്കാൻ നേരത്തെ ചർച്ച ചെയ്യുക. അപ്പോൾ അവർ പലരും പറയുന്നത് കേട്ടിട്ടുള്ളത്, ഇവർക്ക് ഇവിടെ ഒന്ന് സുഖമായിട്ടിരിക്കാമല്ലോ, ഇത് ജോലി ചെയ്യുന്നതിന് ശമ്പളം കിട്ടുന്നുണ്ട്, പിന്നെ സുഖമാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പുറത്തൊരു മനുഷ്യൻ കഷ്ടപ്പെടുന്ന പോലെ തന്നെ അവരകത്തും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കഷ്ടപ്പെടുന്നത്, നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് പല പല ആവശ്യങ്ങൾ വരും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 1000 രൂപയാണ് ഒരു ദിവസം ഒരാൾക്ക് കിട്ടുന്നെങ്കിൽ അത് 1000 രൂപയും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ ഇവർക്ക് അതൊരു സേവിങ്സ് പോലെ അവിടെ ഉണ്ടാവും. ഇവർ റിലീസ് ആവുന്ന ടൈമിൽ ഇവർക്കത് കിട്ടും എന്ന ഒരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. പണ്ടത്തെ പോലെ ഇപ്പം അങ്ങനെ കഠിന തടവെന്നൊക്കെ പറയുന്ന രീതി ഇപ്പം ഇല്ല. കൂടുതലും റീഫോം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് വരുന്നത്. പിന്നെ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു ജയിലന്തരീക്ഷമല്ല പൂജപ്പുരയിലെന്നല്ല, നമ്മുടെ സെൻട്രൽ പ്രിസൺ ആയിക്കോട്ടെ, ഏത് തരം ജയിലും ആയിക്കോട്ടെ, ഡിസ്ട്രിക്ട് ജയിലോ എന്ത് ജയിലാണെന്നുണ്ടെങ്കിലും ഇവർ ഓഫീസേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അല്ലാതെ സിനിമയിൽ കാണുന്നവരെ ചവിട്ടുക, മെതിക്കുക, പാറ പൊട്ടിക്കുന്ന ജോലി അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഡൗട്ടായിട്ട് വന്ന കുറേ പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രിസണേഴ്സിൽ തന്നെ A ക്ലാസ് ഉണ്ട്, B ക്ലാസ് ഉണ്ട്, C ക്ലാസ് ഉണ്ട്. അതായത് ഈ പൊളിറ്റിക്സിലൊക്കെ ഉള്ള ആൾക്കാരും അവരുടെ ഗുണ്ടകൾക്കൊക്കെ A ക്ലാസ് അങ്ങനെ ഫെസിലിറ്റി. ഇവിടെ എല്ലാവരും സെയിം ആണ്. പിന്നെ തോന്നുന്ന ഒരു കാര്യമാണ് അവർക്കൊക്കെ കൂടുതൽ ഇപ്പം നേതാക്കന്മാരൊക്കെ അകത്ത് കിടക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തർ ഇപ്പം ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും കേസിലൊക്കെ വരുന്നവർ, അല്ലെങ്കിൽ അത്യാവശ്യം പുറത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചധികം പ്രയോറിറ്റിയും പ്രിഫറൻസും ഒക്കെ കിട്ടുമെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. പിന്നെ അവർക്ക് കൂടുതൽ ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയായിരുന്നു വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. പിന്നെ വയ്യാത്ത ആൾക്കാർ, പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ അവിടെ സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അവർക്ക് ഒരു 430 റുപ്പീസ് വെച്ചിട്ട് അവരുടെ ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതി വേണം പറയാം. അത്രയും രൂപ വെച്ചിട്ട് അവർക്ക് ഫോൺ കോളിനൊക്കെ വേണ്ടിയിട്ട് അവരെ റിലേറ്റീവ്സിനെ വിളിക്കുന്നതിന് അങ്ങനെ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വിസിറ്റേഴ്സിന് ആർക്കെങ്കിലും വന്ന് കാണണമെങ്കിൽ വീക്ക്ലി വന്ന് കാണാവുന്നതൊക്കെയാണ്. പിന്നെ അതുപോലെ ക്യാൻറ്റീന് വേണ്ടിയിട്ടൊരു പോർഷൻ ഇവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വേജസ് ആണ്, അത് മണിയായിട്ട് ഇവരുടെ കയ്യിലോട്ട് കൊടുക്കുമല്ലോ, ഒരു ഫണ്ട് പോലെ വെച്ചിട്ട് അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അവസാനം ഇവർ റിലീസ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ബാക്കിയുള്ള റിമൈനിങ് കിട്ടുന്ന
പോർഷൻ ഇവർക്ക് കൊടുക്കും. പിന്നെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം അവിടെ അവർക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഡ്രസ്സ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കിട്ടും. അതല്ലാണ്ട് ഇവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് ക്യാൻറ്റീനുണ്ട്, ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും. പിന്നെ ഇവർക്ക് വിസിറ്റേഴ്സിനെ കാണാമെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു ധാരണയാണ് മറ്റേ ചില്ലും പോട്ടെ അഴി, കമ്പിയുടെ അഴി ഇട്ടിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന സംഭവം. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഇൻ്റർവ്യൂ റൂമിൽ കയറാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. അതിന് പകരം ഇവർക്കൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ടാവും. ഗ്ലാസ് ഇവരുടെ ഫ്രണ്ടിൽ 2 പേരുടെ ഇടയ്ക്കായിട്ടുണ്ടാവും. അവരപ്പുറം ഇപ്പുറം ഇരുന്ന് കോൾ ചെയ്യുന്നു. ഒരു ടൈം 10 പേർക്ക് സംസാരിക്കാൻ പാകത്തിനാണ് ആ ഒരു റൂം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ അകത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്. ഇനി പുറത്ത് കൊണ്ടുപോകേണ്ട പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഇൻമേറ്റ്സിനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും താമസിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർ പിന്നെ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും മാറ്റിയിരിക്കുന്നത്. എല്ലാ വിധത്തിലും എല്ലാവരെയും ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലും എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുമാണ് ഉള്ളത്. മതിലുകൾ സിനിമയൊക്കെ അവിടെ ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത് അതുപോലെ അത് പറയുന്നുണ്ട്. പിന്നെ സെൻട്രൽ പ്രസിഡന്റ് അകത്ത് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കയറി ക്ലോക്ക് ടവറിൽ നിന്നിട്ട് നമുക്കെല്ലാം സാർ പറഞ്ഞു ഞങ്ങളെ ഗാലോസിൽ കൊണ്ടുപോയത്, അതായത് കഴുമരം തൂക്കിലേറ്റുന്ന ഒരു സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങൾ. ഒരാള് ഡെത്ത് സെന്റൻസ് അങ്ങനെ ഇല്ല, ഉണ്ട് സെന്റൻസ് ഉണ്ട്, പക്ഷെ അങ്ങനെ വിധിക്കപ്പെട്ടിരിക്കുന്നവർ കേരളത്തിൽ പല ജില്ലകളുണ്ട്, പുജപ്പുരയിലും ഉണ്ട്. പക്ഷെ അത് ഉടനെ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ്, കേരളത്തിൽ നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് ഇവിടുത്തെ ഓഫീസേഴ്സ് ഒക്കെ പറയുന്നത്. പിന്നെ ഇപ്പൊ പഴയ പോലെ ആരാച്ചാരൊന്നും കിട്ടാനില്ല. അങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് മറ്റൊക്കെയാണ് അവർ വന്നുകൊണ്ടിരുന്നത്. പാരമ്പര്യമായിട്ട് അവിടുന്ന് ഒരു ഫാമിലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയ തലമുറക്കാർ അവർക്ക് അതിന് താല്പര്യമുള്ള രീതിയിലാണ് ഇപ്പൊ അറിയിച്ചിരിക്കുന്നത്. അവസാനം കണ്ട് പൂജപ്പുരയിൽ അവസാനം നടത്തിയ എക്സിക്യൂഷൻ അഴകേശനോ അങ്ങനെ പറഞ്ഞ ഒരാളുടെയാണ്. പിന്നെ കേരളത്തിൽ അവസാനമായിട്ട് നടത്തിയത് റിപ്പർ ചന്ദ്രൻ്റെ. പിന്നെ ഇവിടെ കൂടുതലായിട്ടും വരുന്നത് സെൻട്രൽ പ്രസിഡന്റ് കൂടുതലായിട്ടും വരുന്നത് 6 മാസത്തിൽ കൂടുതൽ ഇംപ്രിസൺമെൻറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അതിൽ താഴെയുള്ളവരൊക്കെ സ്പെഷ്യൽ ജയിൽ, സബ് ജയിൽ, അതുപോലുള്ള ജില്ലാ ജയിൽ, അങ്ങനെയുള്ള ജയിലുകളിലാണ് വരുന്നത്. നടപ്പിനൊക്കെ കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവരെ ഓപ്പൺ പ്രിസണിലേക്ക് മാറ്റും. ഓപ്പൺ പ്രിസൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നടപ്പിനൊക്കെ വിധിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അത്യാവശ്യം നല്ല രീതിയിൽ റീഫോംഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അങ്ങോട്ട് മാറ്റുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ വേജസ് കിട്ടുന്നത്. അവർക്ക് അവിടെ നല്ല ഫ്രീഡം ഉണ്ട്. ഇതിനേക്കാളും കൂടുതൽ ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ പഠിക്കാൻ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പം സാക്ഷരതാ മിഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക്, നിരക്ഷരരായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിഗ്രി കോഴ്സുകളും പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്തിട്ട്, അത് നേരത്തെ ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം വൊക്കേഷണൽ ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ജോലികൾക്ക് അവിടെ തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിൽ അവർക്കൊരു ഉപജീവനം എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മുടെ ചപ്പാത്തി ഇവിടെ യൂണിറ്റിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ സാറ് പറഞ്ഞിരുന്നു, അവിടെ നിന്ന് ഇറങ്ങിയ ഒരു ചേട്ടൻ ഇതുപോലെ കണ്ട് ഫുഡ് ഫാക്ടറിയോ ഹോട്ടലോ അങ്ങനെ എന്തോ യൂണിറ്റ് കണ്ട് തുടങ്ങി. അപ്പം നമ്മൾ തിരക്കിയപ്പോൾ പറഞ്ഞു അതിന് അവർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് എന്ന് പറഞ്ഞു. മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കൂടുതലായിട്ട് വരുന്നത് ഈ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണ്. ഞാനെന്ന് പറഞ്ഞാൽ ആശാരിമാർ, കാർപ്പൻട്രി വർക്ക്സ് ഉണ്ട്, സ്മിത്ത് ഉണ്ട്. പിന്നെ അവിടെ ഒരു വീവിംഗ് യൂണിറ്റ് ഉണ്ട്, അതായത് നൂൽക്കുന്ന ആ പരിപാടി. പിന്നെ ഈ കൈത്തറി പവർലൂം ഉണ്ട്, കൈത്തറിയുടേതുണ്ട്. അതായത് മാൻ പവറിൽ തന്നെ ഫുള്ള് ചെയ്യുന്നത്. ഇൻമേറ്റ്സിന് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഈ ജവക്കാളം എന്നും പറഞ്ഞ് കട്ടിയുള്ള ചെറിയില്ലേ, കട്ടിയുള്ളൊരു സൈസ് ഒരു ബെഡ്ഷീറ്റ് പോലത്തെ സംഭവം, അത് പില്ലോ, ആ സാധനങ്ങളൊക്കെ ഇവർ തന്നെയാണ് റെഡിയാക്കുന്നത്. ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഫ്രീ ഫാഷനിസ്റ്റ് അവരാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രസിദ്ധമായത്. അവിടേക്ക് പാരമ്പര്യമായിട്ട് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഇവിടേക്ക് ജയിലിൽ നിന്നാണ് നൂലും കാര്യങ്ങളും, അതായത് ഉത്സവം പൂജയൊക്കെ വരുമ്പോഴത്തേക്കും നൂലും പിന്നെ ജലം, കയറ്, കൊടിമരം കെട്ടുന്ന ആ ഒരു കയറ് ഒക്കെ ഇവിടെ നിന്നാണ് സപ്ലൈ പോകുന്നത്. നമ്മുടെ അടുത്ത് ഗവൺമെന്റ് പ്രസ് ത്രൂ ആയിരുന്നു. അതായത് ഇവിടുത്തെ ലേബറേഴ്സാണ് എക്സ്ട്രാ ഷിഫ്റ്റും കാര്യങ്ങളും നിന്ന് നമ്മുടെ കഴിഞ്ഞ ഇലക്ഷന് പകുതി കൂടുതൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ പ്രസിഡന്റിൽ നിന്നായിരുന്നു. പുജപ്പുര സെൻട്രലിലെ പ്രസ്സിലെ ലേബറേഴ്സ്, അതായത് നമ്മുടെ ഇൻമേറ്റ്സ് ആയിരുന്നു അത് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാലറ്റ് പേപ്പർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള. പിന്നെ പേപ്പർ ബാഗ് യൂണിറ്റ് ഉള്ളത്. ജയിലിലേക്ക് വരുമ്പോഴത്തേക്കും സാറുമാർ രജിസ്റ്റർ എടുക്കും, അവരോട് ചോദിക്കും എന്തെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, എത്ര വരെ പഠിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തേക്കൊക്കെ വിടും. ഇപ്പം റിഗ്രസ് ഇംപ്രസൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമില്ല എന്ന് പറയാൻ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം, പിന്നെ ആൾക്ക് ഇത്രയും ഉള്ള ജോലിയും ആരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് സർട്ടിഫൈ ചെയ്താൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ മെഡിക്കൽ കണ്ടീഷൻ കൂടെ നോക്കിയിട്ടാണ് ഇവർ ജോലി എടുക്കുന്നത്. അത് എല്ലാവരെയും എടുക്കത്തില്ല. ഇപ്പം നല്ല നടപ്പുള്ള എല്ലാവരെയും അങ്ങനെ എടുക്കുക നല്ലത്. പിന്നെ ഹെൽത്ത് അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഏത് ജോലിയാണ് ചെയ്യുന്നത് അതിന് പറ്റിയ ആൾക്കാരെയാണ് എടുക്കുന്നത്. പിന്നെ ഷിഫ്റ്റും മിക്ക സ്ഥലങ്ങളിലും ഷിഫ്റ്റാണ് ജോലി. അപ്പം സാറുമാർക്ക് അത്യാവശ്യം നല്ല പണിയാണ്. ഇപ്പം ഇത്രയും പേരുടെ ഹോസ്റ്റൽ പോലും കൊണ്ടുനടന്ന് അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. 736 അങ്ങനെ എന്തോ ആണ് നമ്മളുടെ ഒറിജിനൽ കപ്പാസിറ്റി. അതിലും 1300, 400 ഓരോ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുമല്ലോ. ഇത് കാര്യം പറയേണ്ടത് ഇവരെല്ലാവരും ഓഫീസേഴ്സ് എല്ലാവരും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര എന്തൊരു പ്രത്യേക ഭംഗി തോന്നും കേട്ടോ എല്ലാവരെയും കാണുമ്പോൾ. ഓഫീസേഴ്സ് മാത്രമല്ല അവിടെ ഇൻമേറ്റ്സിനെ ആണെങ്കിലും. കാരണം അവരെല്ലാവരും അങ്ങനെ
നമ്മൾ കാണുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ടല്ല, പക്ഷെ എന്തോ ഒരു പ്രത്യേകതയാണ് അവരെ കാണുമ്പോൾ. മോശം തന്നെ പറഞ്ഞത്, കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര അപ്രോച്ചബിൾ ആണ്, ഭയങ്കര ഒരു വെൽക്കമിങ് ഫീൽ ആണ് എല്ലാവരുടെയും മുഖത്ത്. ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തെടുത്ത് തന്നെ ആ ഓഫീസിൽ തന്നെ രണ്ടോ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ. മെയിനായിട്ട് 2 പേരാണ് ഇൻമേറ്റ്സ് വർക്ക് ചെയ്യുന്നത്, ഓഫീസ് വർക്കാണ് ചെയ്യുന്നത്. അവർ ഇത് ക്വാളിഫിക്കേഷൻ ബേസിൽ തന്നെയാണ് ഇവരെ എടുക്കുന്നത്. ആ കാര്യങ്ങളും മിക്ക കാര്യങ്ങളും ഡെന്നിച്ചേട്ടൻ എനിക്ക് ഓടി നടന്നാണ് ചെയ്യുന്നത്. പുള്ളി ഒരു മിനിറ്റോട് ഇരുന്ന് കണ്ടിട്ടില്ല, ഇങ്ങനെ പറന്ന് നടക്കുക, സർവ്വവ്യാപി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ നടന്ന് പണിയെടുക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ഇങ്ങനെ ചാടിപ്പോണം എന്നല്ലാതെ അത്യാവശ്യം നന്നായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ തെറ്റൊക്കെ മനസ്സിലായി ഇനി ജീവിക്കണം എന്നൊക്കെ ഉള്ള ആൾക്കാർ. അത് തന്നെ ചർച്ചുണ്ട്, മോസ്കുണ്ട്, അമ്പലമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സിക്ക, ഈ ജയിലിലെ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ദിവസം സൂപ്രണ്ടിനെ, ഒരു ദിവസമല്ല 2 ദിവസം ഞങ്ങൾ കണ്ടു. സൂപ്രണ്ടിനെ കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാറാണെങ്കിലും ഭയങ്കര നമ്മുടെ അടുത്ത് ഒട്ടും വെയിറ്റ് ഒന്നും ഇടാതെ ആ ഒരു ഞങ്ങൾക്ക് ബോറടിക്കുന്ന കാരണം ഞങ്ങൾക്കിപ്പം മിക്ക ഈ ക്ലാസ്സുകളും എല്ലാം കഴിഞ്ഞു. ഇപ്പം വെറുതെ 2-3 ദിവസമായിട്ട് വെറുതെ ഇരിക്കുന്നില്ല. നമ്മളിപ്പോൾ എല്ലാം പഠിച്ച സാറന്മാര് ഓരോ പുതിയ ബാച്ച് വരുന്ന കാരണം അവർക്ക് എല്ലാവർക്കും ക്ലാസ് കിട്ടും. അപ്പോൾ നമ്മൾ ആ പഴയ പിള്ളേർ കേട്ട് തഴപ്പിച്ച് ആക്ച്വലി ഇതൊക്കെ എക്സാം വളരെ നമ്മള് ഓരോ സാർമാരൊക്കെ വന്നിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളവിടെ ഇരുന്നിട്ട് ആൻസർ പറയും. ബുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാണാതെയായി. പിന്നെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി, സ്ഥിരം കാണുന്ന മുഖങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരുമായിട്ട് നല്ല കമ്പനിയൊക്കെ ആയി. ഞങ്ങൾ 2 പേര് മാത്രമുള്ള ഫൈനൽ ഡേ ആണ്. നാളെ ഞങ്ങൾ ട്രീറ്റ് കൊടുക്കുന്ന ദിവസം അവിടുത്തെ സാറന്മാർക്ക് നമ്മുടെ അടുത്ത കഫറ്റീരിയയിൽ തന്നെ ട്രീറ്റിനുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 31 തന്നെ 2 വീടെത്തിയിട്ടുണ്ടാവും. പിന്നെ കോളേജായി എല്ലാമായി. ഇവള് അവിടെ പോരാനുള്ള ബുദ്ധിമുട്ട് കാരണം സാർ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു പേടി ഒന്നുമില്ല, എൻ്റെ അടുത്ത് ചോദിച്ചു ഗൈസ്, അതായത് നിന്നെ ഞാൻ കൊന്നോട്ടേടി, അങ്ങനെയൊക്കെ ഒരാൾ ചോദിക്കാമോ? പക്ഷേ ഇവിടെ വിടുന്ന അട്ടക്കുളങ്ങര ജയിലോട്ടായിരിക്കും, കാരണം ഇവിടെ ജെൻസിനെ മാത്രമേ കിടത്തുള്ളൂ, അതാണ് ഒരു പ്രശ്നം. ഇവിടെ ഞാൻ നോക്കിയിട്ട് നല്ല ഞങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, സാർ ഇങ്ങോട്ടേക്കുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയാസ് ഒക്കെ എങ്ങനെയാണ് സാർ, 6 മാസത്തേക്കുള്ളത്, എപ്പോഴാണ് ഓപ്പൺ, പുതിയ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? കൊള്ളാം. പക്ഷെ നമ്മൾക്ക് പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര സുഖമായിട്ട് തൃശ്ശൂർക്ക് റൈറ്റ് മൂവ്മെന്റ്, ആ ഒരു റൈറ്റ് ഒഴികെ എല്ലാം കിട്ടുന്നുണ്ട്. അതല്ലേ ഒരു മനുഷ്യന് വേണ്ടത്. പിന്നെ അതുപോലെ ഇതിന്റെ അകത്ത് റേഡിയോ ഒരു ചാനൽ ഇവരുടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ഇവർ തന്നെ റേഡിയോ ജോക്കി ആയിട്ട് ഇവരിൽ നിന്ന് ഒരാൾ റേഡിയോ ജോക്കി ഇവർക്ക് പ്രോഗ്രാം ചെയ്യാം. പിന്നെ ജയിൽ ഡേ സെലിബ്രേഷൻ ഉണ്ട്, 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെലിബ്രേഷനാണ്. അവിടെ സ്പോർട്സും ആർട്സും കോമ്പറ്റീഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യും. ഭയങ്കര 7 ദിവസം നീണ്ടു നിൽക്കുന്ന വൻ കിടിലം പരിപാടി. പിന്നെ അവയർനെസ് ക്ലാസ്സുകളും അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പിന്നെ ലീഗൽ എയ്ഡ് ഉണ്ട്. പേജസ് കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി ഇരക്കേണ്ടി വരരുത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാത്തവരാണ്, അല്ലെങ്കിൽ അനാഥന്മാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, കയ്യിൽ 5 പൈസ ഇല്ല, വീട്ടിലാരും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവന്മാർ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് അകത്തേക്ക് കയറും. കാരണം ഇവർക്ക് ഇവിടെ സുരക്ഷിതത്വമുണ്ട്. അങ്ങനെ റിലീസായ ശേഷം ആത്മഹത്യ ചെയ്തവരുണ്ട്, കാരണം വീട്ടുകാരും ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും അവർക്കതൊരു കുറച്ചിതുപോലെ ആയിരിക്കും പിന്നീട് ഇറങ്ങി കഴിയുമ്പം. അപ്പം വീട്ടുകാർ ഇനി അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല പോലും ഇവർക്ക് ജീവിക്കാൻ ഒരു വരുമാനം വേണം. അങ്ങനെ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കൂടുതൽ ഡിജിറ്റലൈസ്ഡ് ആയില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ഒരു സ്ഥലത്തേക്ക് ഇവർ 5-6 വർഷം അല്ലെങ്കിൽ 10 വർഷം 12 വർഷം അങ്ങനെ അത്രയും നാളിങ്ങനെ കിടന്നിട്ട് ഫോൺ പോലും ഉപയോഗിക്കാറുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് ഇവർക്ക് ടൈം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപടി ടൈമുണ്ട്, വെറുതെ ഉണ്ട്. ഇവർക്ക് അങ്ങനെ ടൈം വെറുതെ കളയുന്നേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, എങ്കിൽ തന്നെ ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവർക്ക് കുറച്ച് നാൾ വേണ്ടി വരും. ഇന്നൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇവരെ പഠിപ്പിക്കുക എന്നുള്ളത് നോക്കിയാൽ തന്നെ ഭയങ്കര കഷ്ടമാണ്, കാരണം ഇവർ പിന്നെ എന്താണ് ചെയ്യാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഗൈസ്, ഇത് പ്രിസൻ്റ് തന്നെ കഫറ്റീരിയയാണ്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്നു, നല്ല മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോയത്. എൻ്റെ ഇൻറ്റേൺഷിപ്പ് ഇന്നുകൊണ്ട് തീർന്നു. ഇനി വീട്ടിൽ പോയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഗൈസ്, അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്തു, എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ്, നാളെ പോകണം. ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ട്രിവാൻഡ്രത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം നാളെ, അതായത് 31-ാം തീയതി ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പോവാണ് തിരിച്ച് കോട്ടയത്തിന്. ഇന്നെൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, ആരതി കോട്ടയത്തിന് പോയേക്കുക. ഇന്നലെയായിരുന്നു ഞങ്ങൾ 2 പേരും കൂടിയുള്ള ഒരു ദിവസം. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഒരു ചെറിയ ട്രീറ്റ്, ഞങ്ങളവിടെ എല്ലാവരുമായിട്ട് കമ്പനി ആയിരുന്നു, ഓഫീസേഴ്സൊക്കെ ആയിട്ടാണെങ്കിലും കമ്പനി ആയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഞങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുത്ത് സാർമാർക്കും എല്ലാവർക്കും ഒരു ചെറിയൊരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ രാവിലെ ചെന്നപ്പം എൻ്റെ ഓൾറെഡി സർട്ടിഫിക്കറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സൈൻ ചെയ്തിട്ടില്ലായിരുന്നു. ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഡെനിച്ചേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് വരുന്ന സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് തിരിച്ചിവിടെ വന്നാൽ റൂമിൽ വന്നാൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇവിടെ ഇവളും ഇല്ല, ഞാൻ നാളെ പോകത്തുള്ളൂ താനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു നികിത എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു ഇവിടെ തന്നെ ട്രിവാൻഡ്രത്തുള്ളത്. അപ്പം അവൾ
ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് വന്നിട്ടില്ലായിരുന്നു. അവളും ഒറ്റയ്ക്കായിരുന്നു, ഞാനും ഒറ്റയ്ക്കായിരുന്നു. അപ്പം എനിക്ക് അവളായിരുന്നു ഇന്ന് കമ്പനി. നമ്മൾ രണ്ടുപേരും കൂടെ കൂടി ഇരുന്നിട്ട് ആ വർക്കൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേരെല്ലാം വന്നിട്ട് അവരെല്ലാം പോയി സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു പോയി. ഞാൻ പിന്നെ വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് എന്തായാലും ലാസ്റ്റ് ഡേ അല്ലേ. പിന്നെ അവിടെ എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട്. എടുത്തു പറയേണ്ട കുറച്ച് പേരെന്ന് പറയുമ്പോൾ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പരിചയപ്പെട്ട കുറേ പേര്, നമ്മുടെ ലൈഫിൽ ഇതുവരെ കാണാത്ത ചില ആൾക്കാർ, എന്നാൽ നമുക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയ കുറച്ച് പേര്. ലൈഫിൻ്റെ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ നിത്യേന കാണുന്ന നമുക്കൊരു പരിചയപ്പെടാൻ കഴിഞ്ഞ കുറേ പേര്. അതിൽ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഈ സുരക്ഷാ PGയുടെ ഓണറായിരിക്കുന്ന അങ്കിള് നമുക്ക് ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഹോസ്റ്റലിൻ്റെ പ്രശ്നം വന്ന സമയത്ത് നമ്മൾ വിളിച്ചപ്പോഴും ഞങ്ങൾ അതിന് എന്താ കണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു വെൽക്കമും കാര്യങ്ങളൊക്കെ തന്നത്. അതുപോലെ തന്നെ ഫീസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളുമായിരുന്നു. അപ്പം അങ്കിളിനെയാണ് എടുത്ത് പറയുന്നത്. പിന്നെ ഇവിടുത്തെ 2 ആൻറ്റിമാർ, തങ്കു ആൻറ്റിയും ഉഷ ആൻറ്റിയും, രണ്ടുപേരും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക്. ഫുഡും എല്ലാ കാര്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു ചേട്ടനാണ് നമ്മൾ സ്ഥിരം പോകുന്ന ബസ്സിലെ, നമ്മൾ സ്ഥിരം കണ്ട് നമ്മൾ പരിചയപ്പെട്ടു. പക്ഷേ ഇതുവരെ ഞങ്ങളങ്ങോട്ട് പേര് ഇതുവരെ ചോദിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഓർക്കാറില്ല. ഇവിടുന്ന് 13 രൂപയുടെ ദൂരമുണ്ട്. പക്ഷേ ചേട്ടൻ നമ്മൾ കമ്പനി ആയ ശേഷം 10 രൂപയൊക്കെ ആക്കി. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും വർത്താനം പറയും. നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് രാട്ടിയൊക്കെ തരും. അങ്ങനെയാണ് തന്നെ നമ്മളെല്ലാം LBA പഠിക്കുന്നതെന്നൊക്കെ നമ്മുടെ സംസാരത്തിലൂടെ മനസ്സിലായപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ. അങ്ങനെ നമ്മൾ ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു ചേട്ടനാണ്. അപ്പോൾ പിന്നെ അതുപോലെ വേറൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ഹോസ്റ്റലിൽ തന്നെയുള്ള ഞാൻ ആദ്യം നിന്ന റൂമിലെ നിയയും ജുനീഷ ചേച്ചി വെക്കേറ്റ് ചെയ്തു. നിയ ഇപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ അവളുടെ അടുത്ത് യാത്ര പറയാൻ വേണ്ടിയിട്ട് വിചാരിച്ച് ചെന്നാണ്. പക്ഷേ അവൾ നാട്ടിൽ പോയെന്ന് പറഞ്ഞു, വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പം അവൾ +2 പഠിക്കുന്നത്, ഇവിടെ അടുത്ത് തന്നെ സ്കൂളിലാണ്, കൊച്ചുകുട്ടി. അപ്പം ഞാൻ ആദ്യം നിന്ന റൂമിലുണ്ടായിരുന്ന അവളിപ്പോൾ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോഴേ വരത്തുള്ളൂ. ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. അവളിവിടെ എൻട്രൻസിൻ്റെ കോച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാം പോകും, ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. പിന്നെ ഇൻറ്റേൺഷിപ്പ് നന്നായിട്ട് മിസ് ചെയ്യും, പ്രത്യേകിച്ച് പൂജപ്പുരയിലെ. അവിടുത്തെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. അവിടെ ഒരു സുമൻ സാറുണ്ട്, ഡെന്നി ചേട്ടൻ, പ്രശാന്ത് ചേട്ടൻ നമ്മളങ്ങനെ അധികം മിണ്ടാറൊന്നുമില്ല. ഡെന്നി ചേട്ടനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. സുമൻ സാറും നല്ല കമ്പനിയായിരുന്നു. പേരറിയത്തില്ലാത്തൊരു സാറുണ്ട്. നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പം അവിടെ സ്ഥിരം കാണാറുള്ളൊരു സാറുണ്ട്. സാറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ എല്ലാ ദിവസത്തെ സിക്കയുടെ ആ ഒരു പരേഡ്, സിക്ക സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അവർ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ഉച്ചയ്ക്കൊക്കെ അവരങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. അത് ഭയങ്കര നല്ലൊരു കാഴ്ചയാണ്. അവിടെയുള്ളൊരു സാറ്, ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, CCTV റൂമിലെ. ആ സാറ് നമ്മളെപ്പോഴും കാണുമ്പോൾ ചിരിക്കും. അതുപോലെ വേറൊരു സാറുണ്ട്, പേരറിയില്ല. ആ സാറും നമ്മളെപ്പോൾ കണ്ടാലും ചിരിക്കുന്ന ഒരു സാറ്. അപ്പം ഇവരെയൊക്കെ ഒത്തിരി മിസ് ചെയ്യും. പിന്നെ അവിടെ വേറെ കുറേ സാറുമാർ, പേര് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ പേരുണ്ട്. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളോട് ചിരിച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ. നമുക്കൊരു ഭയങ്കര അവരുടെ ചിരി കാണുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ച് ഒരു പോസിറ്റിവിറ്റി തോന്നും. അങ്ങനെയാണ് എല്ലാവരും നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പം അവരെല്ലാം ഞാൻ എന്തായാലും മിസ് ചെയ്യും. നമ്മൾ ഈ ലാസ്റ്റ് ദിവസങ്ങളിലായപ്പോഴത്തേക്കുമാണ് നമ്മൾ കൂടുതൽ നമുക്ക് എല്ലാവരുമായിട്ട് കുറച്ചുകൂടെ അധികം കമ്പനിയൊക്കെ ആയത്. അപ്പോഴത്തേക്കും നമുക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈം കഴിയുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ആ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ആ ഒരു പീരീഡ് നമ്മൾ ഒത്തിരി മിസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ പേരെ നമ്മുടെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാതിരിക്കുമ്പോൾ നമ്മൾ കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാത്തതും അറിയുന്നവരുമായിട്ടുള്ള കുറേ പേര്. അപ്പം അവരെയൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നും. അവരെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ. നമ്മൾ ബസ് ഒരു തവണ മാറി കയറുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ചേച്ചി നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്തതും. അതുപോലെ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും തിരക്കായിരുന്നുകൊണ്ട്, ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളുമായിട്ട് തിരക്കായിരുന്നുകൊണ്ട് വലിയ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല. വന്ന സമയത്ത് ഒത്തിരി പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ആകപ്പാടെ പോയത് മ്യൂസിയത്തിൽ മാത്രമാണ്. അതും ആ ഒരു ദിവസം നമുക്ക് ഫ്രീ കിട്ടിയ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് മഴയായി, നമുക്ക് അസുഖങ്ങളൊക്കെ ആയി. അങ്ങനെ നമ്മൾ ടൈമൊട്ടും കിട്ടിയില്ല. അതുകൊണ്ട് എവിടെയും പോകേണ്ടതൊന്നും വന്നില്ല. അതുകൊണ്ടെങ്ങും പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റിയില്ല. അതൊഴിച്ചാൽ ബാക്കി നമ്മുടെ ഈ ഒരു മന്ത് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസും നല്ല കുറേ മെമ്മറീസുള്ള ഒരു മന്തായിരുന്നു. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കാണാമോന്നറിയില്ല. നമ്മുടെ അവിടെ ഇങ്ങനത്തെ ടിക്കറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മുടെ ആ പ്രദേശത്തൊന്നും ഇങ്ങനത്തെ ടിക്കറ്റില്ല. പഴയ മോഡൽ ടിക്കറ്റ്. ഇത് ഞാൻ ആ KNB എന്ന് ഞാൻ പറഞ്ഞ വണ്ടിയിലെ ടിക്കറ്റാണ്. പിന്നെ അത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോക്സ് കാണിക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എവിടെ പോയപ്പോഴാണ് ഓർക്കുന്നില്ല, എവിടെയോ പോയിട്ട് വന്നപ്പം ജീരകമിഠായി വാങ്ങിച്ചാണ്. എനിക്ക് ജീരകമിഠായി ഭയങ്കര ഫേവറേറ്റാണ്. പ്രത്യേകിച്ച് ജീരകമിഠായിക്കാളും കൂടുതൽ അതിൻ്റെ ഈ പാത്രങ്ങളുണ്ടല്ലോ, പല ഷേപ്പിലുള്ള, ഇപ്പോൾ പമ്പരം പോലത്തെയും പിന്നെ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഈ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വല്ല പാവ് പോലെയുള്ളതിൻ്റെ അകത്തും ഒക്കെ ഇങ്ങനെ ജീരകമിഠായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു സാധനമാണിത്. അത് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അതൊരു ഓർമ്മയാണ്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള സാധനം എനിക്ക് കാണാമോ? അത് ഇഷ്ടം പോയില്ല. കാണാമോ ഗൈസ്? മഞ്ചാടിക്കുരിയാണ്. 12,000.
ഈ മഞ്ചാടിക്കുരു നമ്മൾ കഫേയിൽ ഇവിടെ തന്നെ പൂജപ്പുരയിൽ തന്നെ സെൻട്രൽ പ്രസിഡൻ്റ് കഫേയിൽ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല സിക്കയുടെ ട്രെയിനിങ് സെൻറ്റർ. അപ്പം സിക്കയുടെ ട്രെയിനിങ് സെൻറ്ററല്ല, പ്രിസൺ ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നൊരു സെൻറ്ററുണ്ട്, അതിൻ്റെ പേരാണ് സിക്ക. അപ്പം സിക്കയുടെ അടുത്തായിട്ട് ഒരു വലിയ മരമുണ്ട് ഇതിൻ്റെ. അപ്പം അവിടുന്ന് വീണ് കിടക്കുന്നതാണ്. അപ്പം ഞാൻ അവിടെ കഫറ്റീരിയയിൽ നിന്ന് അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. പക്ഷേ ആദ്യക്ക് കഴിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അങ്ങനെ 2-3 തവണ പോയപ്പോഴൊക്കെ ആയിട്ട് ഞാൻ പെറുക്കി വെച്ച സാധനമാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പാസിറ്റി ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോന്നോരോന്ന് പെറുക്കി അങ്ങനെ കൂട്ടി വെച്ചതാണ്. ഈ മഞ്ചാടിക്കുരു എന്ന് പറയുന്നത് എനിക്ക് പണ്ടതൊക്കെ ഉള്ള ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ പ്രിസൺ വിസിറ്റിൽ പോയ സമയത്ത് അവിടെ ഇതുപോലെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും കുറച്ച് പെറുക്കി പിന്നെ ഈ പറഞ്ഞ കഫറ്റീരിയയ്ക്ക് പോകുന്ന വഴിക്കുള്ള മരത്തിൽ നിന്ന് വിളിച്ച് അങ്ങനെ കിട്ടിയതാണ്. ഇത് ഞാൻ ഈ ബോക്സിൻ്റെ അകത്ത് സൂക്ഷിക്കുക. ഇതും ഞാൻ വീട്ടിൽ കൊണ്ടു. പിന്നെ നമുക്കിവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഒരു നാരങ്ങ മിഠായി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാക്കറ്റ്. അത് അവിടെ ഇരിപ്പുണ്ട്. അത് ഇതുവരെ കഴിച്ചില്ല. പിന്നെ നമുക്ക് മെമ്മറി എന്ന് പറയാൻ പിന്നെ കുറേ ഓർമ്മകൾ, അല്ലാണ്ട് പ്രത്യേകിച്ച് കൊണ്ടുപോകാൻ പറ്റിയ മെമ്മറീസ് ഞാൻ അങ്ങനെ എത്തണം അധികം കളക്ട് ചെയ്യാൻ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണ്. ഇങ്ങനെ ഓർക്കുമ്പം അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ കാണുമ്പം ഇങ്ങനൊരു മെമ്മറി ഉണ്ടല്ലോ എന്നൊരു ഒരു സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പെറുക്കി കിടക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ കാണണമെന്ന് വിചാരിച്ചവരൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് നമ്മൾ വിചാരിക്കാത്ത പലരെയും കണ്ടുമുട്ടി, വിചാരിക്കാത്ത പലരുമായിട്ട് പരിചയപ്പെട്ടു, സൗഹൃദത്തിലായി. നല്ല നല്ല പുതിയ സൗഹൃദങ്ങൾ കിട്ടി. നമുക്ക് ഇന്റേൺഷിപ്പിന് പോയപ്പോഴാണെങ്കിലും കുറേ കൂട്ടുകാരെ കിട്ടി. ഗായത്രി, ഹംന, അങ്ങനെ കുറേ പിള്ളേർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത്. അതുപോലെ ഇന്നൊരു കുട്ടീനെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവൻ കായംകുളത്തുള്ളതാണ്. പിന്നെ അതുപോലെ അവൻ ഇപ്പം 2 ദിവസം മറ്റോ ആയതേ ഉള്ളൂ. പിന്നെ അതുപോലെ നികിത, പിന്നെ അഹല്യ ചേച്ചി, ആതിര ചേച്ചി, കൈലാസിയേട്ടൻ, അങ്ങനെ കുറേ പേര്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്തവണത്തെ എൻ്റെ ട്രിവാൻഡ്രം യാത്ര. ഞാൻ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട്, ഇത് 2ാമത്തെ തവണയാണ് വരുന്നത്. നല്ല ഓർമ്മകൾ തന്നെയാണ് എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ ലൈഫിൽ നടന്നു, പ്രതീക്ഷിച്ച പല കാര്യങ്ങൾ നടക്കാതിരുന്ന സമയത്ത്. അപ്പം എനിവേസ് അങ്ങനെയാണല്ലോ ലൈഫ്. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ മുറിയിൽ തന്നെയാണ്. ആരതി കോട്ടയത്ത് നിന്ന് വന്നിട്ടേ ഉള്ളൂ, പോരുന്നേ ഉള്ളൂ. അപ്പം ഒത്തിരി ലേറ്റ് ആകും എത്തുമ്പം. ഇനി എനിക്ക് ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് റെഡിയാക്കേണ്ടതുണ്ട്, ഞാൻ അത് വെച്ചിട്ടില്ല, അത് റെഡിയാക്കണം. സർട്ടിഫിക്കറ്റ് കിട്ടി ഗൈസ്, ഒരു മിനിറ്റ് ഞാൻ കാണിക്കും. അതും ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്റേൺഷിപ്പ് വിശേഷങ്ങൾ. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോകണം. 5-ാം തീയതി തൊട്ട് ക്ലാസ്, പറഞ്ഞ പോലെ ക്ലാസ് ഉണ്ട്. റെക്കോർഡ് വെക്കണം, ഡ്രാഫ്റ്റിങ്ങിൻ്റെ റെക്കോർഡുണ്ട്, ഇന്റേൺഷിപ്പിൻ്റെ റെക്കോർഡുണ്ട്, അതൊക്കെ എഴുതണം. പിന്നെ വീട് മാറുന്നതിൻ്റെ തിരക്കുണ്ട്. അപ്പം ഞാനങ്ങനെ ഇറങ്ങി. അതാണ് എൻ്റെ റൂം, പൊക്കത്ത്. ആരതിയുണ്ട്, ആരതി ഇന്റേൺഷിപ്പിന് പോകുന്നു, ഞാൻ തിരിച്ചു പോകും. ഞാനങ്ങനെ എൻ്റെ കോട്ടയത്ത് ഗൈസ് ഇവിടെ എത്തിയപ്പോൾ എന്തൊരു സമാധാനം, ഒരു പ്രത്യേക ഒരു തണുപ്പും ഒരു കാറ്റും ഒക്കെ കുറേ നാൾ കൂടി വരുന്നതുകൊണ്ടാണോ അറിയത്തില്ല ഗൈസ്. അങ്ങനെ അവസാനം എൻ്റെ പടവലം പന്തൽ ഗൈസ്. ഇത് എൻ്റെ കുറവലങ്ങാട്, എൻ്റെ വീട് അല്ല അമ്മയുടെ വീട്. അച്ചാച്ചനും ചാച്ചനും, അപ്പു, ആശു, എൻ്റെ അമ്മച്ചി. എന്നാ ഇതാണ് ഞങ്ങളുടെ മമ്മി. അതെ, ഇതാണ് എൻ്റെ മമ്മി. ഗൈസ് അങ്ങനെ ഞാൻ കോട്ടയത്തെത്തി. ഒരു 6:30 ആയ സമയത്ത് എത്തി. ഇവിടെ വന്ന ശേഷം എൻ്റെ ഇന്റേൺഷിപ്പ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പട്ടം കഫേ ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരതി, ഇത്രയും ദിവസം ആരതിയുടെ കൂടെ ഒരുമിച്ചായിരുന്നല്ലോ, അപ്പം അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ജസ്റ്റ് ഒരു ഔട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരുന്നത്. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് അടുത്ത വീഡിയോ കാണും വരെ ഇറ്റ്സ് മീ യുവർ സൽഹാക്ക്. അയ്യോ പിന്നെ നീല കളറായിട്ടിരിക്കുന്നില്ലേ, ഇതും നീല എല്ലാം നീല ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ യുവർ സൽഹാക്ക്. ബൈ.